നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധം. അതിനിടെ ഉണ്ടായ ഒരു മാധ്യമ പ്രവർത്തകന്റെ പെരുമാറ്റമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിവാദമായി മാറിയിരിക്കുന്നത്. പ്രതിഷേധ സ്ഥലത്തെത്തിയ റിപ്പോർട്ടർ പ്രവർത്തകരുടെ കൈവശമുണ്ടായിരുന്ന ബിരിയാണിയെക്കുറിച്ച് ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങളിൽ രൂക്ഷ വിമർശനമുയർത്തുന്നത്. വെജിറ്റബിൾ ബിരിയാണിയാണോ എന്ന് ചോദിച്ചു തുടർന്ന റിപ്പോർട്ടറുടെ സമീപനം പ്രതിഷേധത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതായാണ് പലരും കാണുന്നത്. മാധ്യമങ്ങൾ സത്യം തേടേണ്ടവരാണോ അല്ലെങ്കിൽ വിവാദം സൃഷ്ടിക്കേണ്ടവരാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഒരു സംഭാഷണമായി തന്നെ നമുക്കിത് വിവരിക്കാം. ഈ ചാനലിലെ റിപ്പോർട്ടർ കോയ ഇത് വെജിറ്റബിൾ തന്നെയാണോ, അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണല്ലോ ഇപ്പോൾ മഹിളാ മോർച്ച തിരുവനന്തപുരത്ത് നടത്തുന്നത്. അപ്പോൾ കഴിക്കുന്നത് വെജിറ്റബിൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കണം. കാരണം ചിക്കൻ ബിരിയാണി വല്ലതും കഴിച്ചിട്ട് ശബരിമല വിഷയത്തിൽ സമരം ചെയ്യാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. മഹിളാ മോർച്ച ചേച്ചി എന്ത് റിപ്പോർട്ടർ ഈ ബിരിയാണി മഹിളാ മോർച്ച അറിയില്ല. റിപ്പോർട്ടർ ചോദിക്കുകയാണ്, എന്ത് ബിരിയാണിയാണ് എന്ന് അറിയില്ലേ? തുടർന്ന് മഹിളാ മോർച്ച ചേച്ചി വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ കണ്ണൂരിൽ നിന്നും വരുന്നവരാണ്, നമ്മൾക്ക് ഇന്ന് തിരിച്ചു പോകുമ്പോൾ കഴിക്കാനുള്ള ബിരിയാണിയാണ് ഇത്, അല്ലാതെ ഇവിടെ വരുന്നവരെ ബിരിയാണി കാണിച്ച് വിളിച്ചതല്ല. തുടർന്ന് വീണ്ടും റിപ്പോർട്ടർ, അയ്യോ അങ്ങനെ വിചാരിച്ചല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, എന്ത് ബിരിയാണിയാണ് എന്ന് നോക്കിയോ എന്നാണ് ചോദിച്ചത്. മഹിളാ മോർച്ച ചേച്ചി രാത്രി പോകുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം ഇവിടെ ഇരുന്ന് തുറന്നു നോക്കുമോ ആരെങ്കിലും? അപ്പോൾ വീണ്ടും ആ റിപ്പോർട്ടർ കോയ പറയാണ്, ഇന്നാ ഞാൻ പോട്ടെ ബേയ്, ചൂല് ചാണകത്തിൽ മുക്കി അവന്റെ മുഖത്ത് അടിച്ചില്ല എന്നൊക്കെയുള്ളൂ, ഏറെക്കുറെ അതേ അവസ്ഥയാക്കി വിട്ടു ആ ചേച്ചി എന്നാണ് പറയുന്നത്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയെ സംബന്ധിച്ചാണ് ഈ റിപ്പോർട്ടർ കൂടുതൽ വാർത്തകളൊക്കെ ചെയ്ത് എല്ലാവരുടെയും ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റിയിട്ടുള്ളത്. ആ സമയത്ത് ആ ഗോപൻ സ്വാമിയുടെ സഹോദരി വരെ തപ്പി കണ്ടുപിടിച്ച് അവരുടെ വായിരിക്കുന്നത് മുഴുവനും കേട്ടറിഞ്ഞ് മാക്സിമം വീഡിയോ ഒക്കെ അതിനെ സംബന്ധിച്ച് ചെയ്ത ഒരു റിപ്പോർട്ടറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടേറിയറ്റിൽ മഹിളാ മോർച്ച പ്രവർത്തകർ ഈ ശബരിമലയിൽ ഇവർ നടത്തിയ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ഒരു പ്രതിഷേധമൊക്കെ നടത്തുന്നു. ഈ മഹിളാ മോർച്ച പ്രവർത്തകർ ഇങ്ങനെ ബാരിക്കേഡൊക്കെ ചാടിക്കടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിലാണ് ആ ഒരു പ്രതിഷേധമൊക്കെ കടന്നുപോയത്. അപ്പോൾ സ്വാമി ശരണം അയ്യപ്പ എന്ന് വിളിച്ച് പ്രതിരോധിക്കുമ്പോൾ ഇവിടെ കുറെ ബിരിയാണി അടുക്കി വെച്ചിട്ടുണ്ട്. ഇയാളുടെ കണ്ണ് നേരെ ആ ബിരിയാണിയിലേക്കാണ് പതിഞ്ഞത്. അപ്പോൾ ബിരിയാണിയുടെ അടുത്ത് നിൽക്കുന്ന ആളോട് കുത്തി കുത്തി ചോദിക്കുകയാണ്, ഇത് എന്ത് ബിരിയാണിയാണ്, ഇതെന്ത് ബിരിയാണിയാണെന്ന്. അവൻ പറയുന്നുണ്ട് വെജിറ്റബിൾ ബിരിയാണിയാണ്. അതിനുശേഷം ഇയാൾ അവിടെ ഇവിടെ നിൽക്കുന്ന പ്രവർത്തകരോടൊക്കെ ചെന്ന് സമ്മതിക്കുകയാണ്. അവർ ആ സമയത്ത് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ, അതൊന്നുമല്ല അയാൾക്ക് വേണ്ടത് അതിന്റെ ടാർഗറ്റ് എന്താണ്, അല്ലെങ്കിൽ ആ ബിരിയാണി അതെന്ത് ബിരിയാണിയാണ് എന്ന് അറിയുക, അതിനെ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആക്കി മാറ്റുക എന്നതായിരുന്നു ആ ഒരു ലക്ഷ്യം. അപ്പോൾ ഇയാൾ വീണ്ടും ചെന്ന് അവിടെ നിന്ന് ഒരു കൂട്ടം സ്ത്രീകളോട് ചോദിക്കുകയാണ്, എന്ത് ബിരിയാണിയാണിത്? അപ്പോൾ ആ സ്ത്രീകൾ ഏതായാലും നല്ല മറുപടി നൽകി വിട്ടിട്ടുണ്ട്. എല്ലാവരും വന്ന് ഇത്രയും പ്രതിഷേധിക്കുന്നു. പ്രായമായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട്. അവർക്ക് കൃത്യമായ സമയത്ത് ആഹാരം കൊടുക്കുക എന്നത് ആ ഒരു സംഘടന ചെയ്ത നല്ലൊരു കാര്യമാണ്. കുടിക്കാൻ വെള്ളവും ആഹാരവും ഒക്കെ ഉണ്ട്. ഇയാൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ, അതിനകത്ത് ചിക്കൻ ബിരിയാണി അതോ വെജ് ബിരിയാണിയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനിയിപ്പോൾ മട്ടൻ ബിരിയാണി ആണെങ്കിൽ പോലും വല്ല പ്രശ്നമുണ്ടോ? അവർ കഴിച്ചാൽ അല്ലെങ്കിൽ അവർക്കത് കഴിക്കാൻ പറ്റില്ലേ? അവരെന്താ ശബരിമലയിലാണോ നിൽക്കുന്നത്? ഏതെങ്കിലും ക്ഷേത്രവളപ്പിൽ നിന്നാണോ ഇവർ പ്രതിഷേധിക്കുന്നത്? ഇന്ന് കേരളത്തിലെ സ്ഥലങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും മലിനമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ്. അവിടെ നിന്നല്ലേ അവർ പ്രതിഷേധിക്കുന്നത്. അവർക്ക് എന്ത് ബിരിയാണി വേണമെങ്കിലും കഴിക്കാം. അതിനാണ് റേറ്റിംഗിന് വേണ്ടിയിട്ട് ഒരു അഭിമാനം വിറ്റുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു മാധ്യമ പ്രവർത്തനം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഈ പറയുന്ന ഊക്കുകളൊക്കെ വാങ്ങിക്കൂട്ടുന്നത്. ഇത്രത്തോളം തരം താഴരുത് എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റുകളായി ഉയർന്നത്. അതിൽ മനസ്സിൽ അവശേഷിക്കുന്നവരുടെ ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കുന്നത് പലരും ചോദിക്കാറുണ്ട്, അത്യാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെയെന്ന്. എന്തിനാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്? ചില വിഷയങ്ങളിൽ സംസാരിക്കേണ്ടതായിട്ടുള്ള പോയിന്റുകളൊക്കെ ഉണ്ട്, അത് മാത്രം സംസാരിക്കുക. ഇത്തരക്കാർ അഥവാ ചോദ്യങ്ങളുമായി വന്നാൽ പോലും അവർക്ക് അടിമകളല്ല ആരും തന്നെ. പൊതുജനങ്ങളെക്കാൾ ഒന്നും ആരും മുകളിലല്ല എന്ന് മാത്രം ഓർക്കുക. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രതികൂലിച്ചും പല കമന്റുകളൊക്കെ ഉയരുന്നുണ്ട്, പല പോസ്റ്റുകളും വരുന്നുണ്ട്. അയ്യപ്പന് വേണ്ടി സമരം ചെയ്യുന്ന BJP-ക്കാർക്ക് ബിരിയാണി വിതരണം ചെയ്ത് ഒരു സ്വകാര്യ ചാനലിലെ മാധ്യമപ്രവർത്തനായ റഷീദ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണൂരിൽ നിന്നൊക്കെ വന്ന ഞങ്ങൾക്ക് ട്രെയിനിൽ കഴിക്കാനുള്ള ഭക്ഷണമാണെന്ന വാദമുയർത്തി ഒരു BJP പ്രവർത്തക റഹീസിന്റെ റിപ്പോർട്ടിനെ ലൈവിൽ ഖണ്ഡിച്ചു.
ഇത് ഉയർത്തിക്കാട്ടി ഒരുപാട് പ്രചാരണങ്ങൾ BJP ഹാൻഡിലുകൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. റഹീസിന്റെ ജിഹാദി പത്രപ്രവർത്തനമാണെന്നും പല പോസ്റ്റുകളും ധ്വനിയുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റ് ചൂണ്ടിക്കാട്ടി ഉയർന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ഇരവാദം പോസ്റ്റിനൊപ്പം ഇവന്മാർ ചേർക്കുന്ന ഫോട്ടോ ചൂണ്ടിക്കാട്ടി സലിത് KS എന്നൊരു ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ ബിരിയാണി കഴിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാപ്പനംകോട് ഡിവിഷൻ BJP കൗൺസിലർ ആശാനാഥാണ്. സമരം നടന്നിടത്തു നിന്ന് 3-4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാപ്പനംകോടേക്ക്. കണ്ണൂർ, പാലക്കാട് പോലെയുള്ള വിദൂര ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നവർക്ക് ട്രെയിനിൽ വെച്ച് കഴിക്കാൻ കരുതിയിരുന്ന ബിരിയാണി തൊട്ടടുത്തുള്ള BJP കൗൺസിലർ എടുത്ത് കഴിക്കുന്നത് എന്ത് കഷ്ടപ്പാട് എന്നാണ് ഇതിൽ പരിഹസിച്ചിരിക്കുന്നത്.